ഹായ്, നമസ്കാരം. നമ്മളുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോൾ കേറ്ററ്റുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ കൺഫ്യൂഷൻസ് ആളുകൾക്കുണ്ട്. ഇപ്പോൾ സബ്ജക്റ്റിനകത്താണെങ്കിലും സൈക്കോളജിയിലാണെങ്കിലും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആൻസറുകളായിരിക്കില്ല ചിലപ്പോൾ ആൻസർ കീയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ക്ലിയർ ആയിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് കാണിച്ചുകൊണ്ട് ഇങ്ങനെയല്ല, ഇതല്ല ഉത്തരം, മറ്റതാണെന്ന് കാണിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൻസർ വരുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്നുള്ള ഓപ്ഷനാണ് ആൻസർ കീയിൽ തന്നിരിക്കുന്നത്, സി ആണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ റെഫറൻസ് കൂടി കാണിച്ചു കൊടുത്താൽ അതിന് ഫൈനൽ റെക്ടിഫൈഡ് ആൻസർ കീ വരുമ്പോൾ ആ ആൻസർ തിരുത്തി സി ആയിട്ട് അവർ കൊടുക്കും. ഇനി എയും സിയും ആൻസർ ആണ് എന്ന് നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കും വരും. അപ്പോൾ ആ പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നത്. ഓൾറെഡി ഒരു ലൈവിൽ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ആൻസർ കീ, പ്രൊഫഷണൽ ആൻസർ കീ നിങ്ങൾക്ക് കേരള പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താ പറയുക സൈറ്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കാണാൻ പറ്റും. അതിനകത്ത് കാറ്റഗറി 1, 2, 3, 4 എന്നുള്ള കാറ്റഗറികളുടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കംപ്ലയിൻറ്റ് ഫോം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണാം. കംപ്ലയിൻറ്റ് ഫോം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിലേക്ക് മാർച്ച് 18 മുമ്പായിട്ട് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നവരാണ് നേരിട്ട് കൊണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ള ആദ്യം ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. 2025 കാറ്റഗറി 1, 2, 3, 4 ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്നിട്ടുള്ള എക്സാമിൻ്റെ താൽക്കാലിക ഉത്തരസൂചിക നിങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പരീക്ഷാഭവൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തരസൂചിക സംബന്ധിച്ചുള്ള പരാതികൾ പരീക്ഷാഭവൻ.kerala.gov.in, catet.kerala.gov.in എന്നീ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം ഉണ്ടായിരിക്കണം. മാതൃകയിലുള്ള നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ 18/3/2026 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാഭവൻ പൂജപ്പുര തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. വൈകി ലഭിക്കുന്ന നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവ ഒരു പരാതി മാത്രമേ ഉൾക്കൊള്ളാവൂ. വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് മോഡലോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മൊത്തത്തിൽ കാണുക വീഡിയോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇവിടെ 1-2 ഒരു ഡൗട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വൈകി ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ ഫോർമാറ്റ് മാറിയ ചെയ്തെങ്കിലും പരാതികൾ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവയിലെ ഒരു പരാതി മാത്രമേ ഉൾക്കൊള്ളാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാറ്റഗറി 2, കാറ്റഗറി 3 ഒക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. എല്ലാം ഒന്നിച്ചൊരു സാധനത്തിനകത്ത് കൊടുക്കരുത്. അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ തന്നെ പല പാർട്ട് ഉണ്ടാവും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, മലയാളവും സൈക്കോളജിയും ഇംഗ്ലീഷും സബ്ജക്റ്റും ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കരുത്. മറിച്ച് ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. ഒരു പരാതി മാത്രമേ അങ്ങനെ ഉൾക്കൊള്ളാവൂ. വ്യത്യസ്ത കാറ്റഗറികളിൽ പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അതിലൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നു, ഒരേ കാറ്റഗറിയിൽ ഒരേ പാർട്ടിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നാൽ ഒരെണ്ണത്തിൽ തന്നെ കൊടുക്കാവുന്നുള്ള, അത് അങ്ങനെ കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ട്, അത് റിജക്റ്റ് ആവുന്ന പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പല പ്രിന്റ് എടുത്തിട്ട് പലതും ഓരോന്നായിട്ട് നിങ്ങൾ ഫയൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ റിസ്ക് ഇല്ല, അതിനകത്ത് റിസ്ക് ഇല്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. കേരള ഡിസംബർ 2025 എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്ത് ഫോർമാറ്റ് ഫോർ കംപ്ലൈന്റിംഗ് റിഗാർഡിംഗ് പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നെയിം ഓഫ് കാറ്റഗറി കൊടുക്കുക, കാറ്റഗറി 1, 2, 3 എന്നുള്ളത് അവിടെ കൊടുക്കുക. ദെൻ പാർട്ട് ആൻഡ് സബ്ജക്ട് മെൻഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മെൻഷൻ ചെയ്യുക, സെറ്റ് കോഡ് മെൻഷൻ ചെയ്യുക, സെറ്റ് ABCD ഏത് കോഡാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ സീരിയൽ നമ്പർ ഉണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പാർട്ടിൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റേണ്ടതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്, ഇപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആ നമ്പർ കൊടുക്കുക. അതിലിവിടെ ഏത് ഓപ്ഷൻ ആയിരുന്നു കടന്നിരുന്നത്, ആൻസർ കീയിലുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് ഈ കോളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇവിടുത്തെ കൊടുത്തിട്ട് കംപ്ലൈൻറ്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് കൊടുക്കുക. ഇനി സപ്പോർട്ട് ഡോക്യുമെന്റ് എൻക്ലോസ്ഡ്, ഇതിന്റെ കൂടെ എന്താണ് വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവിടെ പറയണം. പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, നെയിം, റോൾ നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ആണോ ഇവിടെ സൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്കിൽ പേജൊക്കെ ഉണ്ടെങ്കിൽ ആ പേജ് നിങ്ങൾ പ്രൂഫായിട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി ഒതന്റിക് ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണിച്ചിരുന്നു, എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന. ഇത് കാറ്റഗറി 3 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. സൈക്കോളജി ആയതുകൊണ്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്, എൻ്റെ ടോപ്പിക് ആയതുകൊണ്ടാണ്. റോൾ പ്ലേയിങ് മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ
ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ആണോ, കൊഗ്നിറ്റിവിസ്റ്റിക് അപ്രോച്ച് ആണോ, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണോ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് ആണോ, ഏതാണ് റോൾ പ്ലോയിങ് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്? അതിൽ എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ ഹ്യൂമനിസ്റ്റിക് എന്നാണ്, സി ആണ് കൊടുത്തിരിക്കുന്നത്. അത് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അത് കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് ആണ്, ഓപ്ഷൻ ഡി എ വരത്തുള്ളൂ. അതിന് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റോൾ പ്ലേയിങ് മോഡൽ ഏതിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് ആണ്, അതിൽ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റിക് അപ്രോച്ച് ആണ്. അപ്പം ഞാൻ പറയുകയാണത് ഇതിന്റെ ഈ ടെക്സ്റ്റിന്റെ പേരൊക്കെ സൈറ്റ് ചെയ്തിട്ട്, ഓതറിന്റെ പേരൊക്കെ സൈറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ പേജ് നമ്പർ 84ാമത്തെ പേജിലുള്ള ഈ ഒരു ടേബിളിന്റെ ആ ഒരു പേജുള്ള സാധനം ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും, പ്രിന്റ് എടുക്കും. പ്രിന്റ് എടുത്തിട്ട് ഇതങ്ങ് കാണിച്ചു കൊടുക്കും. റോൾ പ്ലേ ഏതിനകത്താ, കൺസ്ട്രക്റ്റിവിസ്റ്റിക് ക്ലാസ് റൂമിൽ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഹ്യൂമനിസ്റ്റിക്കിനകത്ത് ഇത് കാണിക്കുവാണെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും വരും, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യും എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമനിസ്റ്റിക്ക് മാറി കൺസ്ട്രക്റ്റിവിസ്റ്റിക്ക് വരും. ഇതിലെങ്കിലും ഒരെണ്ണം സംഭവിക്കും. നിങ്ങൾ ആരും ഈ പറയുന്ന സാധനം ചൂണ്ടിക്കാണിച്ചില്ല, നിങ്ങൾ ആരും ഇതിനെ സൈറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പഴയ ആൻസർ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. അതാണ് സംഭവം. മറ്റൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ഒരു സാധനം 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിൽ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ഹിസ് അച്ചീവ്മെന്റ്? മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് അച്ചീവ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കീയിൽ ആപ്റ്റിറ്റ്യൂഡാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. പക്ഷേ മോട്ടിവേഷൻ ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരേണ്ടത്. അത് പല രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഈ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ അവർ വേണ്ടത്ര അച്ചീവ്മെന്റിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ സൈക്കോളജിയിലെ പല ബുക്കുകളിലും മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഇത് കാണിച്ച പോലെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഒരു സ്ഥലത്തെടുത്ത് കാണിക്കാനില്ല. പക്ഷെ നമുക്ക് റെഫറൻസ് വയ്ക്കാവുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ പറയാം. എഡ്യൂക്കേഷൻ സൈക്കോളജി 13th എഡിഷൻ അനീറ്റ വൂഫ്ലോക്ക് എന്ന് പറയുന്ന ഓതറിന്റെ ഒരു ബുക്കുണ്ട്. നിങ്ങൾക്ക് PDF അവൈലബിൾ ആണ്. ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ PDF കിട്ടും. അതിനകത്ത് പേജുകൾ വാട്ട് ഈസ് മോട്ടിവേഷൻ, മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന പേജുകളുണ്ട്. അതിനകത്ത് ഇൻട്രൻസിക് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ്, ഈവൻ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പോലും മോട്ടിവേഷൻ ഇല്ലാതെ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞു പോകുന്നു. പക്ഷെ ഒരു പോയിന്റ് ആയിട്ട് ഒരു സാധനമായിട്ട് മാത്രം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അവിടെ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് നിങ്ങൾക്ക് അതിനകത്ത് സെന്റൻസ് ആയിട്ട് എഴുതി വെച്ച് വേണമെങ്കിൽ കൊടുത്ത് പറയാം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ അതിനകത്തൊരു സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓതർ പറയുന്ന പ്രകാരം മോട്ടിവേഷൻ ഇസ് ദ ഇന്റേണൽ സ്റ്റേറ്റ് ദാറ്റ് അറോസ് ഡയറക്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ബിഹേവിയർ. വിത്തൗട്ട് ഇറ്റ് ഈവൻ ദ മോസ്റ്റ് ഗിഫ്റ്റഡ് സ്റ്റുഡന്റ്, ഹൈ ആറ്റിറ്റ്യൂഡ് ഉള്ള സ്റ്റുഡൻസിനും അണ്ടർ അച്ചീവ് ആയി പോകാം എന്ന് പറയുന്നുണ്ട്. സോ ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അത് കൃത്യമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് നമുക്ക് വേണം ചലഞ്ച് ചെയ്യാം. ആ ചലഞ്ച് ചെയ്തിൽ അങ്ങനെ നിൽക്കും. കാരണം മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആണ് എടുക്കേണ്ടത്. മോസ്റ്റ് സ്യൂട്ടബിളിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പ്രശ്നം കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ തപ്പി കണ്ടുപിടിക്കും. ഞാൻ സൈക്കോളജിയുടെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സബ്ജക്റ്റുകളിൽ ഇപ്പോൾ ഫിസിക്കൽ സയൻസിന്റെ കേസിൽ ഉണ്ടാവാം, നാച്ചുറൽ സയൻസിന്റെ കേസിൽ ഉണ്ടാവും, അതിന്റെ പെഡഗോഗിയിൽ ഉണ്ടാവും. അങ്ങനത്തെ ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുക. ഇപ്പം നാച്ചുറൽ സയൻസിലും ഫിസിക്കൽ സയൻസിലുമാണ് പെഡഗോഗിയിൽ കൂടുതൽ ഡൗട്ട്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഈ ടെക്സ്റ്റിനകത്ത് പേജുകൾ നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യം കാണിച്ച ടെക്സ്റ്റിനകത്ത് പേജുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് അതിനകത്ത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വരുന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫിസിക്കൽ സയൻസിൻ്റെ അതിനകത്ത് ആൻസർ വരേണ്ട ഒരെണ്ണത്തിന് പകരം എനിക്ക് തോന്നുന്നു വേറെ എന്തോ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണം ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ടെക്സ്റ്റ് ബുക്കുകൾ കാണിക്കുക. പിന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, NCERT ടെക്സ്റ്റ് ബുക്കുകൾ, SCERT അല്ലെങ്കിൽ കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന സൈക്കോളജിയുടെ ബുക്കുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെയാണ് ഈ ഒതന്റിക് സോഴ്സ് കാണിച്ചുകൊണ്ട് നിങ്ങൾ വെക്കേണ്ടത്. ഇനി വൺസ് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു, ആ കേറ്ററ്റിനകത്ത് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ വേണം ചേഞ്ച് ചെയ്ത് വരാം. A എന്നുള്ളത് D ആയിട്ട് ആൻസർ കീ ചേഞ്ച് ചെയ്ത് റെക്ടിഫൈഡ് ആൻസർ കീ ആയിട്ട് വേണം വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ കേറ്ററ്റിന്റെ പരീക്ഷാഭവൻ പുറത്തിറക്കുന്ന പ്രോസ്പെക്ടസിൽ ഒരു പോയിന്റ് പറയുന്നത് ആ ചോദ്യത്തിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്താൽ ആ ചോദ്യത്തിന്റെ മാർക്ക് കിട്ടി 150 മാർക്ക് നിങ്ങൾ പാസ്സാവുന്നുള്ളതാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതായത് ഒഴിവാക്കുന്ന ചോദ്യങ്ങളുടെ മാർക്ക് മൂല്യനിർണ്ണയത്തിൽ നിന്ന് ഒഴിവാക്കി റെക്ടിഫൈഡ് കീ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് 150 നിന്ന് ഒരെണ്ണം പോയാൽ 149 ആയിട്ട് മാർക്ക് മാറുമെന്നും വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വാട്ടവർ, രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഡിലീറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ ബെനിഫിറ്റ് എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 89 നിൽക്കുന്നവർക്ക് പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് 90, 95 ഒക്കെ ഉണ്ട്. ഇനി വേരിയേഷൻ വരും, ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീയിലാണ് ഫൈനൽ സാധനം എന്ന് മനസ്സിലാക്കുക. അതിനെ വെച്ചിട്ടാണ് വാല്യുവേഷൻ നടത്തുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ ചലഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ചലഞ്ച് ചെയ്തില്ലെങ്കിൽ ആരും ചലഞ്ച് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഇതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓരോ ടോപ്പിക്കുകളുടെയും എല്ലാത്തിൻ്റെ എററുള്ള സാധനം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്രായോഗികമാണ്. കാരണം പല സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, പല രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും പ്രിന്റ് എടുത്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് പരീക്ഷാഭവനിലേക്ക് അയക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.